കൊട്ടിഘോഷിച്ചാണ് വലിയ പ്രഖ്യാപനം കോൺഗ്രസ് നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനം 5 ഇന്ദിര ഗ്യാരണ്ടികളാണ്. ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കുമോ ഇല്ലയോ, കേരളത്തിൽ അത് നടപ്പാക്കാൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതിലേക്ക് കടക്കുന്നേയില്ല. മുഖ്യമന്ത്രിയോട് ഇതേക്കുറിച്ച് ചോദിച്ചു റിപ്പോർട്ടർ ടിവിയിലെ ഡോക്ടർ അരുൺകുമാർ. അഭിമുഖത്തിലാണ് ചോദ്യം. മുഖ്യമന്ത്രിയുടെ ഒരു ചിരിയുണ്ട്. ആ ചിരിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം മുഖ്യമന്ത്രി ഒരു കാര്യവും കൂടി പറയുന്നു. അതും കൂടി നമുക്ക് കാണാം. ആദ്യം ആ കുട്ടീൻ്റെ വീട് വെച്ച് കൊടുക്കട്ടെ. വയനാട്ടിലൊരു കുട്ടി, എന്തേലും ആ കുട്ടീൻ്റെ പേര് ശ്രുതി. ആ വീട് ആദ്യം വെച്ച് കൊടുക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിലയുണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്തും പറയാലോ. ഈ പറയുന്നതിന്റെ ഭാഗമായിട്ട് എത്രത്തോളാണ് നടപ്പാകുക എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അല്ല, അതെല്ലാം നമുക്ക് നാളെ എടുത്താൽ പോരെ എന്നുള്ളതാണ് എൻ്റെ സംശയം. അത് നമുക്ക് ഇന്ന് ഇതിലേക്ക് ഒക്കെ നിൽക്കാൻ തോന്നും. നാളെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. മറന്നുപോയോ ശ്രുതിയെക്കുറിച്ച്? ശ്രുതിക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞത് ടി സിദ്ദിഖാണ്, കോൺഗ്രസ് നേതാവാണ്. ശ്രുതി ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ വാഹനത്തിന്റെ അരികിൽ ചെന്ന് വീടിന്റെ പ്ലാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ടി സിദ്ദിഖ്. ടി സിദ്ദിഖ് MLA തന്നെയാണ് തറക്കല്ലിട്ടത്. ആ വീട് ഇതുവരെയും പൂർത്തിയായിട്ടില്ല. വീട് എന്ന് പൂർത്തിയാകുമെന്ന് ആർക്കും ഉറപ്പില്ല. ടി സിദ്ദിഖിന് പോലും ഉറപ്പില്ല. അതുകൊണ്ട് ശ്രുതി സർക്കാരിനോട് അപേക്ഷിച്ചു. വീട് കിട്ടുമെന്നറിഞ്ഞ് 15 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് വാങ്ങി. വീട് വേണ്ട എന്ന് എഴുതി കൊടുത്തിരുന്നു. ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് ശ്രുതി സർക്കാരിന്. ഈ വീട് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. ടി സിദ്ദിഖ് MLA വാഗ്ദാനം ചെയ്ത വീട് കിട്ടും എന്ന പ്രതീക്ഷ. പക്ഷെ അതുമില്ല ഇതുമില്ല എന്ന അവസ്ഥയിലായി. സർക്കാരിന് ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. 15 ലക്ഷം തിരിച്ചു തരാം, എനിക്ക് ടൗൺഷിപ്പിൽ ഒരു വീട് വേണം എന്ന്. ആരാണ് ഈ ശ്രുതി? വയനാട് ദുരന്തത്തിൽ കുടുംബാംഗങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. ഏകയായി വിവാഹം നിശ്ചയിച്ചിരുന്നു ശ്രുതിയുടെ. പ്രതിസുത വരനുണ്ട്. പ്രതിസുത വരന്റെ സഹായത്തോടു കൂടിയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചത് ശ്രുതി. പക്ഷേ ഒരു കാർ അപകടത്തിൽ പ്രതിശ്രുത വരനും മരിക്കുന്നു. ഒറ്റയ്ക്കായി പോയ ശ്രുതിയെ സഹായിക്കാൻ പലരും രംഗത്ത് വന്നിരുന്നു. സ്ഥലം MLA ടി സിദ്ദിഖിന്റെ വാഗ്ദാനം, അതാണ് ശ്രുതി സ്വീകരിച്ചത്. അതിപ്പോൾ ഇങ്ങനെയായി. ആ ശ്രുതിക്ക് ഒരു വീട് വെച്ച് കൊടുക്കൂ. അതിനുശേഷം പറയാം നമുക്ക് 5 ഗ്യാരണ്ടികളെ കുറിച്ച്, ഇന്ദിരാ ഗ്യാരണ്ടികളെ കുറിച്ച് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മറ്റൊരു പ്രധാന ചോദ്യവും കൂടി ചോദിക്കുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ മുഖ്യമന്ത്രിയോട്. അത് 12 മന്ത്രിമാർ തോൽക്കുമെന്നാണല്ലോ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് എന്നാണ്. അതിന് മുഖ്യമന്ത്രിയുടെ ഒരു മറുപടിയുണ്ട്. ക്ലാസിക് മറുപടി കേൾക്കാം. 12 മന്ത്രിമാർ തോക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 12 മന്ത്രിമാർ തോക്കും, 1 ഡസൻ മന്ത്രിമാർ തോക്കും. പ്രതിപക്ഷ നേതാവിന്റെ കാര്യം ഭദ്രാണോ? ആ ചിരിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. VD സതീശൻ ജയിക്കുമോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അതോടൊപ്പം 12 മന്ത്രിമാർ തോക്കും എന്ന് പറഞ്ഞപ്പോൾ നിറഞ്ഞ ചിരിയുണ്ട്, ആത്മവിശ്വാസത്തിന്റെ ചിരി. പിന്നീട് ചോദിക്കുന്നു, നോക്കാം നമുക്ക് VD സതീശൻ ജയിക്കുമോ എന്ന്. ഇതാണ് മുഖ്യമന്ത്രി, ഇതാണ് പിണറായി വിജയൻ. 10 വർഷം കേരളം ഭരിച്ചിട്ട് ഒരു ആരോപണം പോലും ഉയർത്താൻ കഴിയാത്ത സർക്കാരാണ് കേരളത്തിലുള്ളത്. അതിലെ നായകനാണ് പിണറായി വിജയൻ. ഒരാരോപണം പോലും മന്ത്രിമാർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം അഴിമതി പൂർണ്ണമായും ഇല്ലാതായ സർക്കാർ, രാഷ്ട്രീയ തലത്തിൽ ഒരു അഴിമതിയും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത സർക്കാർ. അതായിരുന്നു കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത്. എന്നാൽ UDFന്റെ കാലത്തോ വൻ അഴിമതിയുടെ വാർത്തകൾ നാം കണ്ടതാണ്. ഇപ്പോൾ 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ടും അഴിമതിയാണ് കോൺഗ്രസിനെ വേട്ടയാടുന്നത്. വയനാട് ദുരന്തത്തിനു വേണ്ടി പിരിച്ച തുക പോക്കറ്റിലിട്ടു, കൊള്ളയടിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നു. എത്രയാണ് പിരിച്ചത് എന്ന കണക്കില്ല. ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ വെള്ളക്കടലാസിൽ, തുണ്ടുകടലാസിൽ എഴുതിക്കൊണ്ടുവന്ന ഒരു കണക്ക് വായിക്കുകയാണ് ചെയ്യുന്നത് സണ്ണി ജോസഫ്. എന്തുകൊണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുന്നില്ല? എന്തുകൊണ്ട് ആപ്പിലെ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല? ഈ ചോദ്യങ്ങൾക്ക് ഒന്നും മറുപടി പറയാൻ കഴിയുന്നില്ല കോൺഗ്രസിന്. കോൺഗ്രസിന്റെ കയ്യിൽ വീട് വെക്കാൻ പണവുമില്ല. AICC തരും,
KPCCയുടെ ഫണ്ടിൽ നിന്നെടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. അത് എപ്പോൾ നടക്കും എന്നറിയില്ല. കാരണം അത് കോൺഗ്രസിന്റെ സ്വഭാവം വെച്ച് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് മലയാളികൾക്ക് അറിയാം. നേരത്തെ പ്രളയകാലത്ത് പ്രഖ്യാപിച്ച 1000 വീട് പോലെ.